ബഹുമാനപ്പെട്ട UDFന്റെ ചെയർമാൻ ശ്രീ VD സതീശൻ അവരുകൾ, ഈ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ആദ്യമേ തന്നെ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മളിൽ ഒരാളായ മാതൃതുല്യം നമ്മൾ സ്നേഹത്തോടുകൂടി ഡെഡ് ബോഡിക്ക് മുന്നിൽ നിന്ന് നിലവിളിച്ച ഒരമ്മയെപ്പോലെ സ്നേഹം നമ്മൾ നൽകിയിട്ടുള്ള വേർപിരിഞ്ഞു പോയ ഇന്ദിര, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുൻപിൽ ഞാൻ നിത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ആ മാതാവിനെ കൊന്നത് കാട്ടാനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ മാതാവിനെ കൊന്നത് കേരള സംസ്ഥാനത്തിന്റെ വനം വകുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വനം വകുപ്പ് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്യുന്നുണ്ടോ? ഇവിടെ റോജി മുൻപ് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു നയാ പൈസ പോലും ഈ വകുപ്പിന് വേണ്ടി ധനകാര്യ വകുപ്പ് നൽകുന്നില്ല. ബജറ്റിൽ പറയുന്ന തുകയുടെ 40% പോലും ഈ വകുപ്പിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വലിയ പ്രാധാന്യം ഈ വകുപ്പിന് നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വനം വകുപ്പാണ് ഈ മാതാവിനെ കൊന്നതെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടി ആഭ്യന്തര വകുപ്പ് ഈ മാതാവിനെ കൊലയ്ക്ക് കൊടുത്തു. എങ്ങനെയായിരുന്നു ആ മാതാവിന്റെ മൃതദേഹം? നമുക്കറിയാം, ഈ ടൗണിൽ ഈ ജനസദസ്സുകളുടെ മധ്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ആ മാതാവിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് വിലപിച്ചു. അർഹമായ ആനുകൂല്യങ്ങൾ നൽകണം, സർക്കാർ ഇവിടെ എത്തണം, മന്ത്രിമാർ എത്തണം, കളക്ടറുടെ സാന്നിധ്യത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോ സംസ്ഥാന ഗവൺമെന്റ്, ആഭ്യന്തര വകുപ്പ് അവിടെ എത്തി. അവിടെയുള്ള എല്ലാവരെയും ആട്ടിപ്പായിച്ച് അടിച്ചോടിച്ച് ലാത്തിച്ചാർജ് നടത്തി ഈ മാതാവിന്റെ മൃതദേഹം വലിച്ചഴിച്ചു കൊണ്ടുപോയപ്പോൾ ആ മാതാവിന്റെ മൃതദേഹം അപമാനിതയായി ആ മാതാവിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരു മൃതദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ രീതിയിലുമുള്ള ഒരു ബഹുമാനം, ആദരവ് കൊടുക്കാതെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൂടി അവരെ അപമാനിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലെ രമേശ് ചെന്നിത്തല വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം 11 മണിയായപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അൻവർ സാദത്തൊക്കെ പ്രസംഗിച്ചു. ആ സമയത്ത് 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി ശബ്ദം പുറത്തേക്ക് വേണ്ട, അതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ ഉറങ്ങാം എന്നിരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നമ്മുടെ മുഹമ്മദ് സിയാസിനെ പൊക്കി. എവിടെ പൊക്കി? ഹോട്ടലിൽ നിന്ന് പൊക്കി, വണ്ടിയിലിട്ട് പോലീസ് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കണ്ട, നിങ്ങളെല്ലാം പിരിഞ്ഞു വരിക. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മുടെ DCC പ്രസിഡന്റിനെ കൊണ്ടുപോയത് ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ മനസ്സിലൊരു ഭയം ഉണ്ടായി. DCC പ്രസിഡന്റ് കൊണ്ടുപോയപ്പോ ആ കൊണ്ടുപോയ പോലീസുകാരുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ഭയമുണ്ടായത്. എന്നിട്ട് 1 മണിക്കൂർ ചുറ്റിച്ചു. ഈ ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ ചുറ്റിച്ച കഥയുണ്ടല്ലോ, അതുപോലെ ഷിയാസിനെ കൊണ്ട് ചുറ്റിച്ച് ലാസ്റ്റ് വളരെ സ്നേഹത്തോടുകൂടി ഏത് സ്റ്റേഷനിലാണ് കൊണ്ടുപോയത് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഷിയാസ് അത് ശരിക്കും ആസ്വദിച്ചു. എവിടൊക്കെ പോയി? കോടനാട് പോയി, കുട്ടമ്പുഴ പോയി, ചാറ്റുപാറ പോയി, നീണ്ടപാറ പോയി, വടാട്ടുപാറ പോയി. 1.5 മണിക്കൂർ ചുറ്റിച്ച് അവസാനം നമ്മൾ കണ്ടത് മുഹമ്മദ് ഷിയാസ് നമ്മുടെ കോതമംഗലം
പോലീസ് സ്റ്റേഷനിൽ വന്ന് ദേവാസുരത്തില് നീലനെ പോലെ അതിമനോഹരമായി നിന്ന് ചിരിച്ചുകൊണ്ട്, അതിലും രസമുള്ളൊരു കാഴ്ചയുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയ സ്പീഡ് 100 കിലോമീറ്റർ സ്പീഡിലാണ് പോലീസ് കൊണ്ടുപോയത്. പോലീസ് ഇവരെ കൊണ്ടുപോകുന്നു. അതിനുശേഷം വന്ന് എല്ലാവരും തല്ലുന്നു. മാറ്റിക്കൊടുക്കാൻ MLA വന്നിട്ട് സറണ്ടർ ആവണം, അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്നെ തൊടാൻ അവർക്ക് പേടിയാണ്, തൊട്ടില്ല. ഈ മാറ്റിക്കൊടുക്കാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ഓർത്ത് ഇനി എന്ത് ചെയ്യും, ഞാനും കുറച്ച് കുട്ടികൾ മാത്രമുണ്ട് അവിടെ. ആ സമയത്താണ് രമേശ് ചെന്നിത്തല വരികയും യൂത്ത് കോൺഗ്രസുകാർ അറിഞ്ഞവർ വന്ന് മുദ്രാവാക്യം വിളിച്ച് 3 മണിയോട് വരെ അവിടെ നിന്നപ്പോഴാണ് കോടതിയിൽ കൊണ്ടുപോകുന്നു. ആരെ? മാത്യു കുഴൽനാടിനെയും മുഹമ്മദ് ഷിയാസിനെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാൻ പേടിച്ച്, ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ആഴ്ച എടുത്താൽ ഈ 2 ആഴ്ചയും ഞാൻ നിരാഹാരം, എന്റെ അവസ്ഥയാണ്. ഞാനൊന്ന് പേടിച്ചു. പക്ഷെ ഞാൻ കാണുന്നു 100 കിലോമീറ്റർ സ്പീഡിൽ പോയ മാത്യു കുഴൽനാടിനും മുഹമ്മദ് ഷിയാസും 250 കിലോമീറ്റർ സ്പീഡിലാണ് കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അത്രമാത്രം കോടതിക്ക് മനസ്സിലായി. കോടതി കൊടുക്കുന്ന പെറ്റീഷൻ മാത്രം വായിക്കുന്നതല്ല കോടതി. കോടതി TV കാണും, കോടതി പേപ്പർ വായിക്കും, നവമാധ്യമങ്ങൾ നോക്കും. ന്യായമായ സമരത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് മുന്നിൽ ഒരു ദൈവമായി, വെളിച്ചമായി മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഇരുളായോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം പോലീസുകാര് കുറച്ചുകൂടി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ഇന്ന് നമ്മുടെ ഷൈജൻ ചാക്കോയെയും സഹപ്രവർത്തകരെയും റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ ശക്തമായി അവരെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ പേര് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മുഹമ്മദ് ഷിയാസിനാണ്. AJ തോമസ്. കട്ടപ്പുകയാണ് കാര്യം, കട്ടപ്പുകയാണ്. രാവിലെ ഈ AJ തോമസ് വന്ന് ഷിയാസിന്റെ അടുത്ത് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്ന മനുഷ്യൻ രാത്രി വന്നപ്പോ സ്വഭാവം മാറി. രാവിലെ മറ്റൊരു ഡിവൈഎസ്പി, രാത്രി വേറൊരു ഡിവൈഎസ്പി. ആ ഡിവൈഎസ്പി രാത്രി ഡിവൈഎസ്പി കാട്ടാളനാണെങ്കിൽ ആ കാട്ടാളനെ പിടിച്ചു കെട്ടുവാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് ഡിവൈഎസ്പിയും പോലീസുകാരും അറിയണം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്, ഇന്നും വേദനയുണ്ടായി. 2 പേരാണ് കേരളത്തിൽ മരണപ്പെട്ടത്. തൃശൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും. ഒന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മൂപ്പന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. മറ്റൊരാൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയി. നമുക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും? കഴിവുകെട്ട മന്ത്രിസഭയും കഴിവുകെട്ട മന്ത്രിയും അവരുള്ളിടത്തോളം കാലം ഈ നാട് നന്നാവാൻ പോകുന്നില്ല എങ്കിലും ശക്തമായ സമരപരിപാടികളുമായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ താങ്ങ് നടലായി കൂടുന്ന എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.